ഫ്രണ്ട്സ്, നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കടലും കരയും ചേർന്ന പ്ലേസിൽ മഞ്ഞ് പോലെ മേഘപ്പാളികൾ കാണാൻ സാധിക്കും. കാരണം ഇതൊരു സാറ്റലൈറ്റ് വ്യൂ ആണ് നമ്മളീ കാണുന്നത്. നമ്മൾ സൂം ചെയ്ത് പോകുന്നതാവട്ടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രം, അതായത് നമ്മുടെ സ്വപ്ന പദ്ധതിയാണ് നമ്മൾ ഇപ്പോൾ സൂം ചെയ്ത് പോകുന്നത്. നമ്മൾ ഇന്നത്തെ അപ്ഡേഷനിൽ നമ്മൾ കാണിക്കുന്നത് നമ്മൾ ഈ കാണുന്ന പോലെ നമ്മുടെ പോർട്ടിൻ്റെ ബ്രേക്ക് വാട്ടറിൻ്റെയും ബെർത്തിൻ്റെയും ചെറിയൊരു മെഷർമെൻറ്റിലേക്കാണ് നമ്മളീ പോകുന്നത്. സെൻറ്റിനൽ ഹബ് എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ് വ്യൂയിലൂടെ നമുക്കിതിൻ്റെ മെഷർമെൻറ്റ് എടുക്കാൻ സാധിക്കും. ഡേറ്റ് ഞാൻ കാണിച്ചു തരാം. 2/2/2024, അതായത് 5 ദിവസത്തിന് മുൻപേ ഉള്ള ഒരു അപ്ഡേഷനാണ് നമ്മളീ നോക്കുന്നത്. ഉറപ്പായിട്ടും പ്ലസ് ഓർ മൈനസ് ഈ പറയുന്ന അപ്ഡേഷനിൽ വേരിയേഷൻ വരും. എന്നാലും നമുക്കിതിൻ്റെ അപ്ഡേഷൻ ഒന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ പോർട്ടിലെ ഏറ്റവും വലിയ വർക്കായ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്ക് അപ്ഡേഷൻ നോക്കാം. നമ്മളിതാണ് എൻഡോൺ ഡംപിങ്. എപ്പോഴും നമ്മൾ വീഡിയോയിൽ കാണാവുന്നതുപോലെ എൻഡോൺ ഡംപിങ് നടക്കുന്ന സ്ഥലമാണ്. നമ്മൾ ഈ മെഷർമെൻറ്റ് എടുക്കുന്ന സ്ഥലമെല്ലാം ആക്രോപ്പേഡ് ഒരു വശത്ത് മൊത്തം ഫില്ലായതാണ്. ബാക്കിയുള്ള ആക്രോപ്പേഡെല്ലാം എല്ലാ സ്ഥലത്തും ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. വർക്കെല്ലാം വളരെ വേഗത്തിലാണ്. ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കെല്ലാം ഡേ നൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഈ മെഷർമെൻറ്റ് വളരെ ഈസി ആയിട്ട് എടുക്കുന്നത്. പ്ലസ് ഓർ മൈനസ് ഉറപ്പായിട്ട് വേരിയേഷൻ വരും. എന്നാലും നമുക്ക് ഏകദേശം വർക്ക് മനസ്സിലാവും. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് 2730 മീറ്ററാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അതായത് ഇത് 5 ദിവസത്തിന് മുന്നേ ഉള്ള വർക്ക് അപ്ഡേഷനാണ്. അതുമാത്രമല്ല ചെറിയ വേരിയേഷൻ ഉറപ്പായിട്ട് വരും. മൈനസ് വരില്ല, ഉറപ്പായിട്ട് പ്ലസ് ആയിരിക്കും വേരിയേഷൻ വരുന്നത്. എനിക്ക് തോന്നുന്നു 2750-60 മീറ്ററോളം ബ്രേക്ക് വാട്ടർ കംപ്ലീറ്റ് ആയിക്കണം. അങ്ങനെ പറയാൻ കാരണം ഡേ നൈറ്റാണ്. ബ്രേക്ക് വാട്ടറിൻ്റെയും പോർട്ടിൻ്റെയും എല്ലാ പണികളും വളരെ വേഗത്തിലാണ് മുന്നേറുന്നത്. അത് കാരണം ചെറിയൊരു വേരിയേഷൻ ഉറപ്പായിട്ട് വരും. നമുക്കിനി അറിയേണ്ടത് ബെർത്തിൻ്റെ ടോട്ടൽ ലെന്ത് എത്രയാണെന്നും എത്രത്തോളം ബെർത്തിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ടെന്നും ബെർത്തും ബ്രേക്ക് വാട്ടറിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്താണെന്നുമാണ് നമുക്കറിയേണ്ടത്. അതുമാത്രമല്ല ബാക്കി 2-3 മെഷർമെൻറ്റിലേക്ക് നമുക്ക് പോകാം. നമുക്ക് ബെർത്തിൻ്റെ വശത്തേക്ക് വരുമ്പോൾ നമുക്ക് ടോട്ടൽ ബെർത്തിൻ്റെ നീളം നമുക്ക് നോക്കാം. ഇതാണ് ടോട്ടൽ ബെർത്തിൻ്റെ നീളം. 800 മീറ്ററാണ്. പ്ലസ് ഓർ മൈനസ് വേരിയേഷൻ വരുന്നതുകൊണ്ടാണ് 814 മീറ്റർ കാണിക്കുന്നത്. 800 മീറ്റർ ബെർത്തിൻ്റെ സ്ട്രക്ചർ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. മാസങ്ങൾക്ക് മുന്നേ തന്നെ പൂർത്തിയായി കഴിഞ്ഞതാണ്. ഇനി നമുക്ക് ഫുൾ സ്ട്രെച്ചിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത് 100% കോൺക്രീറ്റ് ഇട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന എത്രത്തോളമാണെന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ഇനി അടുത്ത ആ മെഷർമെൻറ്റോട് നമുക്ക് നോക്കാം. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. ഏതാണ്ട് ഇത്രത്തോളം വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഏതാണ്ട് 512 മീറ്ററാണ് ബെർത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ ഫുൾ ഓപ്ഷനിൽ വർക്ക് ഫുൾ ഫ്ലഡ്ജിൽ വർക്ക് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 800 മീറ്ററാണ്. അതിൽ 512 മീറ്റർ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. ഇത് ഞാൻ 5 ദിവസം മുന്നേ ഉള്ള വർക്കാണ്. അപ്പോൾ മിനിമം ഒരു 600 മീറ്റർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ 200 മീറ്റർ കൂടി വളരെ വേഗം തന്നെ പണി പൂർത്തിയാക്കുന്നതായിരിക്കും ബെർത്തിൻ്റെ. ഇതാണ് നമ്മൾ ബെർത്തിൻ്റെ കാണുന്ന പോർഷൻ. അത് മാത്രമല്ല, ഇനി നമുക്കറിയേണ്ടത് നമ്മൾ ഈ ചെറിയ ട്രഡ്ജിങ് നടക്കുന്ന പോർഷനിൽ ഈ വെള്ളവും ഈ പറയുന്ന മണലും കടലിലേക്ക് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഒരു ബ്രേക്ക് വാട്ടർ പോലെ കെട്ടിയത് നമ്മൾ ഈ കാണുന്ന ബെർത്തിൻ്റെ സൈഡിലോട്ട് പാരലായിരിക്കുന്നു. അതായത് കംപ്ലീറ്റ് ആയിരിക്കുന്നു ആ വർക്ക്. നമ്മൾ വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളെല്ലാം കണ്ടു കാണും. ആ വർക്കും ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇനി നമുക്കറിയേണ്ടത് ഈ പറയുന്ന ബെർത്തിൻ്റെ സൈഡും ഈ ബെർത്തിൻ്റെ പോർഷനും ഈ ബ്രേക്ക് വാട്ടറിൻ്റെ ഇടയ്ക്കുമുള്ള ഡിസ്റ്റൻസാണ്. ഇവിടെ നമ്മൾ ഇങ്ങനെ നോക്കും, കാരണം ഈ സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ കുറച്ച് വലുതായിട്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇത്രയും ഒരു ലെന്ത് 906 മീറ്ററാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്ന ഷെൻഹു ഉൾപ്പെടെ എല്ലാ കപ്പലും ഇവിടെ തിരിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ പലർക്കും ഒരു സംശയമുണ്ട്, ഇതിൻ്റെ ഇടയ്ക്ക് അത്രത്തോളം ഗ്യാപ്പ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. 906 മീറ്ററാണ്. ഷെൻഹു ഒക്കെ വരുന്നത് മിനിമം ഒരു 233-240 മീറ്ററാണ്. ഷെൻഹുവ 15-ഉം ഷെൻഹുവ 24 ഒക്കെ വരുന്നത്. അപ്പോൾ ഇത്രയും മീറ്റർ ഇതിനകത്ത് ലെന്തുണ്ട്. ഇനി കുറച്ച് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും, കുറച്ച് ഈ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും വീതി അതിൻ്റെ കുറയും. 758-800 മീറ്റർ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് ഏതാണ്ട് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അതുമാത്രമല്ല, നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആ 4 ഷിഫ്റ്റ് ഷോർ കഴിഞ്ഞ് നമുക്ക് സാറ്റലൈറ്റ് വ്യൂയിലൂടെ തന്നെ നമുക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇതാണ് ഇതിനകത്തുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ വീതി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അറിയാൻ പറ്റുള്ളൂ. ഏതാണ്ട് 45 മീറ്റർ വീതി. എനിക്ക് തോന്നുന്നു 50 മീറ്റർ ആയിരിക്കും വീതി ഉള്ളത്. കാരണം മൊത്തത്തിൽ നമ്മൾ ഈ പറയുന്ന ആക്രോപോഡ് ഫില്ല് ചെയ്തിട്ടുള്ള ആ ഒരു സ്ട്രക്ചറിൻ്റെ വീതിയാണ് നമുക്ക് ഏതാണ്ട് 50 മീറ്ററോളം കാണും. പ്ലസ് ഓർ മൈനസ് വേരിയേഷൻ നമുക്ക് ഈ വ്യൂ നിന്നും കണ്ട് മനസ്സിലാക്കാം. പിന്നെ വേറൊരു മെഷർമെൻറ്റോട് നോക്കാം. വേറെ ഒന്നുമില്ല, വളരെ ഈസിയാണ്. ഇത് ഇവിടം വരെ പണ്ട് കടൽ കയറി കിടന്ന സ്ഥലമാണ്. ഈ പോർഷൻ ഇവിടെ നിന്നും ഏതാണ്ട് ഇത്രയും മീറ്റർ, ഏതാണ്ട് 556 മീറ്റർ കടൽ ഇങ്ങനെ നികത്തിയെടുത്തിട്ടുണ്ട്. കാരണം ഈ പോയിന്റിലാണ് ഈ കടൽ നികത്തിയെടുത്തിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഈ ഭാഗത്താണെങ്കിൽ നമ്മൾ ഈ കാണുന്ന അപ്പോൾ പോയി പാരലായിട്ട് ഇപ്പുറത്ത് കാണുന്ന സ്ഥലമെല്ലാം കടൽ ഇവിടെയാണല്ലോ എന്ന് അല്ല,
കാരണം ഇത് ട്രഡ്ജ് ചെയ്ത മണൽ കൊണ്ട് ഈ ഭാഗം ഫില്ല് ചെയ്തിരിക്കുകയാണ്. 131 മീറ്ററോളം കടൽ ഇവിടെ ഫില്ല് ചെയ്തെടുത്താണ് ട്രഡ്ജ് ചെയ്ത മണൽ കൊണ്ട്. അവിടെ ഇപ്പം വള്ളങ്ങളും ഈ പറയുന്ന തൊട്ടിപ്പുറത്ത് കാണുന്ന ഹാർബറാണ്. ഹാർബറിലെ വള്ളങ്ങളെല്ലാം ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്, കയറ്റി പാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ വീഡിയോയിലെല്ലാം തിരിച്ച് കാണാവുന്നതാണ്. കാരണം ഈ വശത്തെല്ലാം നമുക്ക് ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിന് ആവശ്യമായിട്ടുള്ള സ്റ്റോണുമായിട്ട് ഈ പറയുന്ന പിന്നെ സ്പ്ലിറ്റ് ബാർജും എഞ്ചിൻലെസ് ബാർജും ഈ വശത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ വശത്തെ വീഡിയോ നമ്മൾ നോക്കിയാൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഇത്രയും മീറ്ററോളമാണ് കടൽ നികത്തിയെടുത്തിട്ടുള്ളത്. നമുക്കതായത് യാർഡിനും ബെർത്ത് കണക്ട് ചെയ്ത യാർഡ് പോർഷൻ വരുന്ന സ്ഥലമാണിത്. അതുമാത്രമല്ല ഇതിനകത്തുള്ള റോഡ് ഏതാണ്ട് 10 മീറ്ററാണ് നമുക്ക് വരുന്നത്. നമുക്കത് ഗൂഗിൾ എർത്ത് മാപ്പിലൂടെ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് ഈ നമ്മൾ കാണുന്നത് ഗൂഗിൾ എർത്ത് മാപ്പാണ്. ഇതിൽ വളരെ മുന്നേ ഉള്ള അപ്ഡേഷൻ വരെ കാണുന്നുണ്ട്, ഇത്രത്തോളം അപ്ഡേഷനുള്ളൂ. പക്ഷേ ഇതെടുക്കാൻ കാരണം കുറച്ചുകൂടി ക്ലിയർ ആണ് ഇതിൽ പിക്ചർ. നമ്മളെ സെൻട്രൽ ഹബ്ബ് പോലെയല്ല. കണ്ടോ, ഞാൻ ഈ പറഞ്ഞ ബ്രേക്ക് വാട്ടറിൻ്റെ ഇടയ്ക്കുള്ള വശം നിങ്ങൾ കണ്ടായിരുന്നു. ഒരു 10 മീറ്ററോളം റോഡ് വീതിയുണ്ട്. കണ്ടോ, ഇതിനകത്തുകൂടി തന്നെയാണ് ലോറികളെല്ലാം പോകുന്നത്. നമുക്കിവിടെ നേരത്തെ എടുത്ത പിക്ചറിലാണെങ്കിൽ ഇത് അപ്ഡേഷൻ അല്ല, നേരത്തെ എനിക്ക് തോന്നുന്നു മാസങ്ങൾക്ക് മുന്നേ ഉള്ള അപ്ഡേഷൻ ആണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് എഞ്ചിൻലെസ് ബാർജ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. കണ്ടോ, ഇതിനകത്തുള്ള റോഡ് നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന വ്യൂ ആയതുകൊണ്ടാണ് ഈ പറയുന്ന ഗൂഗിൾ എർത്ത് മാപ്പ് എടുത്തത്. ഇത് ഒരു ഉറപ്പായിട്ടൊരു അപ്ഡേഷൻ അല്ല, ഇത് നമുക്ക് ആ റോഡെന്നറിയാൻ വേണ്ടിയാണ്. പക്ഷേ സെൻട്രൽ ഹബ്ബ് ഞാൻ എടുത്ത് കറക്റ്റ് അപ്ഡേഷനാണ്, 5 ദിവസം മുന്നുള്ള അപ്ഡേഷനാണ്. പക്ഷേ അതിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കില്ല. ഇവിടെയാണെങ്കിൽ ആക്രോപോഡിൻ്റെ ഫോട്ടോ വരെ നമുക്ക് ഇവിടെ നിന്നും വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇതാണ് ഈ പറയുന്ന ഗൂഗിൾ എർത്ത് മാപ്പിൽ നിന്നുള്ള വ്യൂ. ഇനി അടുത്ത് ഞാൻ ഇപ്പുറത്ത് കാണും, ഇതാണ് നമ്മുടെ ഹാർബർ. കണ്ടോ, ഈ ഹാർബറിൻ്റെ ഈ പറയുന്ന ഈ പോർഷനും ഇതും തമ്മിൽ ഇത്ര ഗ്യാപ്പേ ഉള്ളൂ. ഇവിടെ ഞാൻ നേരത്തെ കാണിച്ച വ്യൂവിലാണെങ്കിൽ ഈ ഭാഗത്താണ് കണ്ടോ ഈ പറയുന്ന ട്രഡ്ജ് ചെയ്ത മണൽ ഉപയോഗിച്ച് നികത്തിയെടുത്ത കടൽ ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ നേരത്തെ എടുത്ത് 500-600 മീറ്റർ മെഷർമെൻറ്റ് ഇവിടെ നിന്ന് ഇത്രത്തോളം വ്യക്തമായിട്ട് കാണും, ഇത്രത്തോളം കടൽ നികത്തിയെടുത്തതാണ്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെ നിന്നാണ് വീഡിയോ എടുക്കുന്നത്, എനിക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നതുകൊണ്ട് ഞാനൊരു കാണാൻ പറ്റുന്നൊരു വ്യൂവിൽ, അറിയാൻ പറ്റുന്നൊരു വ്യൂ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാൻ അതിൻ്റെ റോഡ് കാണിച്ചു തരാം. നിലവിൽ നമ്മൾ ഈ കാണുന്ന KSRTC ബസ് സ്റ്റാൻഡ് വിഴിഞ്ഞം എന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലും നമുക്കിവിടെ നിന്ന് മാപ്പിൽ കാണാൻ പറ്റും. ഇതാണ് KSRTC ബസ് സ്റ്റാൻഡ്. നമ്മൾ ട്രിവാൻഡ്രം ഭാഗത്തു നിന്ന് വരുന്നവർക്ക് ഉറപ്പായിട്ട് ഈ KSRTC ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാൻ സാധിക്കും. അവിടെ നിന്നും നിങ്ങൾ നേരെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ റോഡ് കാണും. കണ്ടോ, റോഷൻ ഫിഷിംഗ് മെറ്റീരിയൽ എന്നൊക്കെ എഴുതി വെച്ച് ഈ വശത്തേക്ക് റോഡ് കാണും. ഈ റോഡ് നേരെ ഇവിടെ നടക്കുക. ഇവിടെ നടന്ന് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ ഇങ്ങോട്ട് കയറി, അതായത് ഇവിടെ നിന്ന് നിങ്ങൾ നടന്നു വരുന്ന ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഹാർബറിൻ്റെ ഇവിടെയാണ് ഫിഷിംഗ് ലാലൊക്കെ പോകുന്നുണ്ട്. അവിടെ കുറച്ച് ആൾക്കാരെല്ലാം നമുക്ക് കാണാം. ഇത് അപ്ഡേഷനല്ല, പഴയ വീഡിയോ ആണ്. പഴയ നമ്മുടെ ഗൂഗിൾ എർത്ത് മാപ്പിലെ വിഷ്വലാണ് ഞാൻ കാണിക്കുന്നത്. ഇതാ ഇവിടെ കുറേ ആൾക്കാരെ കാണാം. ഈ റോഡ് നേരെ ഇങ്ങോട്ട് 2 വശത്തേക്ക് തിരിഞ്ഞു, ഒന്ന് ഹാർബറിലേക്കും ഒന്ന് പോർട്ടിൻ്റെ സൈഡിലേക്കും. ഇതാ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, വിഴിഞ്ഞം ഹാർബർ റോഡ് എന്ന് എഴുതി കാണിക്കും. ഇതാ ഫിഷിംഗ് ഹാർബർ. ഇതാ ഇവിടെ വന്നിട്ട് ഈ പോർഷനിൽ വന്നിട്ട് ഇതാ ഇവിടെ കണ്ടോ, ഇതാ ഈ പോർഷനിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു ചെറിയൊരു അരുവി പോലെ ഒഴുകി കടലിൽ ഇറങ്ങുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നേരെ കണ്ടോ, ഇവിടെ നേരെ നമുക്ക് പോർട്ടിൻ്റെ സൈഡ് കാണാൻ സാധിക്കും. കണ്ടോ, ഈ സൈഡെല്ലാം നിങ്ങൾക്ക് ക്രെയിന് വരുന്നതും എല്ലാം ഈ വ്യൂവിൽ നിന്ന് കാണാൻ സാധിക്കും. ഉണ്ടോ, ഈ വ്യൂവിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഈ പോർട്ടിൻ്റെ സൈഡും ഈ പോർട്ടിലെ വർക്കൊക്കെ ഒരു പരിധി വരെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ പലരും നിൽക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചാൽ അവരെന്ന് പറയുന്നത് നമ്മുടെ ജുമാ മസ്ജിദിൻ്റെ അടുത്ത് നിന്നാണ് അവർ പലരും നോക്കുന്നത്. ആ ജുമാ മസ്ജിദ് ആയിക്കോട്ടെ, നമുക്ക് ഈ പറയുന്ന വിഴിഞ്ഞം ഹാർബറിൻ്റെ സൈഡിൽ ഇവിടെയാണ് ആ ജുമാ മസ്ജിദ്. കണ്ടോ, ഇതാണ് നമ്മുടെ പള്ളി. ഇതാണ് ആ ജുമാ മസ്ജിദ്. ഇവിടെ നിന്നിട്ട് നമ്മളത് ഇത് കണ്ടായിരുന്നോ, നമ്മൾ ബൊളാഡ്പൂൾ ടെസ്റ്റ് നടത്തുന്ന സ്ഥലമൊക്കെ നമ്മളെ വീഡിയോയിലുണ്ടായിരുന്നു. ഈ വശത്തു നിന്നാലും നമുക്ക് പോർട്ടിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ കിട്ടും. പക്ഷേ നമ്മൾ ഇത്രത്തോളം അടുത്ത് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ വ്യൂ എത്രത്തോളം അടുത്ത് നോക്കുകയുള്ളൂ, ഇത്രയും വ്യത്യാസമുണ്ട്. ഈ വശത്തു നിന്നാൽ അധികം വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അധികം വളരെ ദൂരം നോക്കുമ്പോൾ ഇരിക്കും ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് കാണുന്നത്. പക്ഷേ ഞാൻ ഈ കാണിച്ച ഈ വശത്ത് നിന്നാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് നമ്മളെ പോർട്ടിൻ്റെ വശമെല്ലാം കാണാൻ പറ്റും. അപ്പോൾ കാണാൻ വരുന്നവർ ഈ വശത്തൂടെ നിന്ന് വരിക. അപ്പോൾ സാറ്റലൈറ്റ് വ്യൂയിലൂടെ വന്ന് ഈ ഒരു വ്യൂയിലൂടെ നിന്ന് കാണിക്കുമ്പോൾ എളുപ്പം മനസ്സിലാവും. പക്ഷേ റോഡ് മാർഗ്ഗമാണെങ്കിൽ ഞാൻ കുറേ ലെന്തി വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടി വരും. അതുമാത്രമല്ല, അത് ഇവിടെ ഒരു ലൈറ്റ് ഹൗസ്, കോവളം ബീച്ച് ലൈറ്റ് ഹൗസ് ഉണ്ട്. ബീച്ച് ലൈറ്റ് ഹൗസിൻ്റെ അവിടെ നിന്നാലും കോവളം ബീച്ച് ലൈറ്റ് ഹൗസിൻ്റെ അവിടെ നിന്നാലും നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഈ പറയുന്ന മൊത്തം സ്ട്രക്ചർ, നമ്മൾ ഈ പറയുന്ന ഈ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിൻ്റെ ബ്രേക്ക് വാട്ടറിൻ്റെ മൊത്തം സ്ട്രക്ചർ നമുക്ക് ലൈറ്റ് ഹൗസിൻ്റെ അവിടെ നിന്നാലും വ്യക്തമായിട്ട് കാണാൻ പറ്റും.
അങ്ങനെ കാണാൻ വരുന്നവരുടെ കൺഫ്യൂഷൻ, പലരും എൻ്റെ അടുത്ത് മെസ്സേജ് അയക്കുന്നുണ്ട്, എവിടെ നിന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇത് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുമാത്രമല്ല ഇവിടെ നിന്ന് തന്നെ എഞ്ചിൻലെസ് ബാർജ് കുറേ ഉണ്ട്, മാസങ്ങൾക്ക് മുന്നേ ഉള്ള അപ്ഡേഷനാണ്. അതുകൊണ്ടാണ് ഈ സ്ട്രക്ചർ മാത്രം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ. ഇതിൽ കോൺക്രീറ്റ് ഭാഗമൊന്നും കാണാൻ പറ്റില്ല, മാസങ്ങൾക്ക് മുന്നേ. അത് മാത്രമല്ല വേറൊരു കാര്യം കൂടി ഞാൻ കാണിച്ചിട്ടും, നമ്മൾ പോർട്ടിലേക്ക് കയറിപ്പോയി പോർട്ട് റോഡ് എന്ന് കാണുന്നുണ്ടോ, ഇതാണ് പോർട്ടിലെ മെയിൻ, പോർട്ടിലേക്ക് അകത്തോട്ട് വിഴിഞ്ഞം പോർട്ട് റോഡ് മെയിൻ എൻട്രൻസ്. ഇതുവഴിയാണ് നമ്മൾ കയറിയത്. ഇത് നേരത്തെ ഉള്ള അപ്ഡേഷൻ അതേപോലെ തന്നെയാണ് കണ്ടോ. ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു സർക്കിൾ പോലെ സ്ഥലമാണ്. അത് കഴിഞ്ഞിട്ട് 3 റോഡായിട്ട് തിരിയുന്നുണ്ട് കണ്ടോ. ഇങ്ങനെ ഇത് നേരെ പോകുന്നുണ്ട്. ഇത് കറണ്ട് അപ്ഡേഷനൊന്നുമല്ല, ഇത് ഗൂഗിൾ എർത്ത് മാപ്പിൽ അറിയാം, മാസങ്ങൾക്ക് മുന്നേ ഉള്ളതാണ്. ഇതാണ് മെയിൻ റോഡ്. ഈ മെയിൻ റോഡ് ചേരുന്ന ഭാഗം ഇതാണ്. ഇത് കോവളം ഭാഗത്തുനിന്ന് വരുന്നത്, വിഴിഞ്ഞം കോവളം ഭാഗത്തുനിന്ന് വരുന്ന റോഡാണിത്. ഞാൻ കാണിക്കാം കണ്ടോ. ഇത് വിഴിഞ്ഞം കോവളം ഭാഗത്തുനിന്ന് വരുന്ന റോഡാണ്. നമ്മളെ ഇവിടെ വന്നിട്ട് പോർട്ടിനകത്തോട്ട് കയറാൻ പറ്റും. പിന്നെ ഈ റോഡ് നേരെ പോകുന്നതാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി കാണിക്കാം. ഇതാ കോവളം വിഴിഞ്ഞം പൂവാർ റോഡുണ്ടോ, പൂവാറിലേക്ക് പോകുന്ന റോഡാണ്. അതായത് ഈ റോഡ് നമ്മളിനി കുറച്ച് സൂം ഔട്ട് ആയി കഴിഞ്ഞാൽ ഈ സൈഡിലേക്ക് പോകുന്നതല്ല പൂവാറും, അവിടെ നിന്നും കോവളം വിഴിഞ്ഞത്തിൽ നിന്ന് വരുന്ന റോഡ് ഇങ്ങനെ വന്നിട്ട് പൂവാറിലേക്ക് പോകുന്നു. ഇനി നമ്മളെ റിംഗ് റോഡിന് വേണ്ടുന്നുള്ള സ്ഥലം ഏറ്റെടുപ്പും അല്ലെങ്കിൽ അവിടുത്തെ വർക്കെല്ലാം ഇത് ഇപ്പോഴത്തെ നിങ്ങൾ നോക്കണ്ട, ഇത് മാസങ്ങൾക്ക് മുന്നേ ഉള്ളതാണ്. ഇതിൽ കൂടുതൽ വർക്കൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുവഴിയായിരിക്കും പോകുന്നുണ്ടോ. ഇങ്ങനെയാണ് പോകുന്നത് ഉണ്ടോ, ഇങ്ങനെയാണ് പോകുന്നത്. ഇതിപ്പോഴും നിങ്ങൾ നോക്കണ്ട, വർക്കെല്ലാം കുറേ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇത് നമ്മുടെ ദേശീയപാത NH66 ഉണ്ടോ. ദേശീയപാത ഇങ്ങനെ കടന്നു പോകുന്നു. നമ്മളെ പോർട്ടും ഞാൻ കുറച്ചുകൂടി സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാലുണ്ടോ, ഈ പറയുന്ന യെല്ലോ കളറിൽ നമുക്ക് ഈ ലൈൻ പോലെ കാണുന്നതാണ് NH66. NH66ൻ്റെ പണികളെല്ലാം വളരെ വേഗം തന്നെ നടക്കുന്നുണ്ട്. ഇത് ഇവിടെ വന്ന് കയറുന്നത് കഴക്കൂട്ടം ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് നമ്മൾ കയറുന്നത്. NH66 വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ NH66 ഇതാണ് പോർട്ടിലേക്കുള്ള റോഡ്. നമ്മൾ സെൻട്രൽ ഹബ്ബ് എടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി അപ്ഡേഷൻ കാണാൻ പറ്റുമെങ്കിലും അറിയാൻ പറ്റുമെങ്കിലും പക്ഷേ ഇത്രത്തോളം ക്ലിയർ ഇല്ല, അതുകൊണ്ടാണ് അതെടുക്കാത്തത്. ഇതാണ് ആ റോഡ്. ഇപ്പോൾ പോർട്ടിലെ പണികളെല്ലാം വളരെ വേഗം തന്നെ മുന്നേറുന്നത്. ഇവിടെ ഒരു അമ്പലമുണ്ട്, ഇവിടെ ഒരു അമ്പലമുണ്ട് കണ്ടോ. ഇതാണ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾ ആദ്യമായി നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.